റിപ്പോർട്ട് ബ്രേക്കിംഗ്. യുവസംവിധായകർ പ്രതികളായ ലഹരിക്കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ MF സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഇനി അന്വേഷണം നടക്കുക. ഇന്നലെയാണ് സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലായത്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം തന്നെ രൂപീകരിക്കുകയാണോ? സ്മൃതി, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ അന്വേഷണത്തിലേക്കാണ് എക്സൈസ് കടക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഈ രണ്ടുപേരും യുവ സംവിധായകർ അറസ്റ്റിലായിരുന്നത്. അതിനുശേഷം അവരെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിലും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും മൊഴിയൊന്നും അവർ നൽകിയിരുന്നില്ല. അതിനുശേഷം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തിരുന്നത്. അതിന് പിന്നാലെ രണ്ടുപേരെയും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായ MF സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഇനി അന്വേഷണം നടക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും സമീർ താഹിറിന്റെ, അതായത് ചാകിരകനായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരുന്നത്. ഇവരുടെ പക്കൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തിരുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ സമീർ താഹിറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും രാവിലെ എക്സൈസ് ചെയ്തിരുന്നത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് 1.6 ഗ്രാമിന്റെ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള തൊണ്ടി മുതലുകളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അങ്ങനെ ഹാജരാക്കിയതിനു ശേഷമാണ് പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഇനി സമീർ താഹിറിന് ഇന്ന് തന്നെ നോട്ടീസ് നൽകും, ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഇടനിലക്കാരനാണെന്നുള്ളത് നേരത്തെ ഷാലിഫ്, അതായത് ഈ കേസിലെ മറ്റൊരു പ്രതിയായ ഷാലിഫ് മൊഴി നൽകിയിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇടനിലക്കാരനക്ക് കൂടി എത്തേണ്ടതുണ്ട്. ഇടനിലക്കാരനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇയാൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്ന ഇടയിൽ കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ വന്നിരിക്കുന്നത്. ശരി, SS ശരനാണ് വിവരങ്ങൾ നൽകിയത്.